ഞങ്ങളിത് മെട്രോ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ ലുലു. യെസ്, ഓൺ ദ വേ. ഹായ്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാട്ടോ. 2 പൊട്ടന്മാര് എന്നെ വെച്ചിട്ടുള്ളൊരു കഥ പറയണ്ടായിരുന്നു, ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. കഥ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയം പോരാത്തോണ്ട് കഥ പറയാം. ഓക്കെ, കാത്തിരിക്കാം. ഒരാളുമായി ഞാൻ കൂട്ടിയിടിച്ചു. ആക്സിഡന്റ് ഒക്കെ ഒരു മുത്തശ്ശനായിരുന്നു. അങ്ങേര് വഴിമാറി തന്നതുകൊണ്ട് ഞാൻ വീണില്ല. എവിടെ പോണത്? സസ്പെൻസ് ആണ് നടക്കുന്നത്. അവിടെ എല്ലായിടത്തും പോവും. ഇന്ന സ്ഥലമൊന്നുമില്ല, എല്ലാം സ്ഥലമുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്തെ പറ്റിയിട്ട്. എന്റെ കിച്ചൺ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാറുള്ളത്. അവിടൊക്കെയാണ് പോണത്. യെസ്, ഒരു സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുന്നതാണ് ഞാൻ. ലുലുവിൽ വന്ന് അവിടേക്ക് പോയിട്ടില്ല, ഞാൻ തൃശ്ശൂരേ പോയിട്ടുള്ളൂ. അപ്പൊ അതേ അവളുടെ കൂടെ വന്നിരിക്കുകയാണ് ഷോപ്പിംഗ്. Then to the destination. ഹലോ ഹായ്, ഞങ്ങൾ വെസ്റ്റ് സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി വെസ്റ്റ് സൈഡിന്റെ അകത്ത് കയറിയിട്ട് എന്റെ കൂടെ ശ്രീദേവി ഉണ്ട് കേട്ടോ. ഞാൻ വെസ്റ്റ് സൈഡിന്റെ അകത്ത് കയറിയിട്ട് അവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ വെസ്റ്റ് സൈഡിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. നോക്കിക്കോട്ടെ നീ ഓർന്നു. ഇതിന്റെ റേറ്റ് 600. നല്ല ടോപ്പാണ്, നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ചാലേ കുറച്ച് സാഗി ഹാൻഡ്സ് ആണ് അല്ലേ? നമ്മള് പണ്ട് ചെറിയ കുട്ടികൾക്ക് സത്യം ഇപ്പൊ വലിയ കുട്ടികളാടുന്നേ, കുഞ്ഞു കുട്ടികളല്ല. നമുക്ക് ബീച്ചിലേക്ക് പോകാടാ. ഗോവ പോകാം. ആ, ബോംബെ പോകുമ്പോ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? നമ്മുടെ കോൺഫിഡൻസ് ആണ്, ഒരു കുഴപ്പമില്ല. ഏയ് ഇല്ല. ഹായ് ഹലോ, ഇപ്പൊ ഞങ്ങൾ വെസ്റ്റ് സൈഡില് ഇഷ്ടമുള്ള സ്ഥലത്താണ് പിന്നെന്താണ് പുറത്ത് കണ്ടോ കോസ്മാറ്റിക്സിന്റെ മായാലോകമാണ്. അപ്പൊ ഇതെല്ലാം വാങ്ങി ഈ ബാഗിലിട്ടിട്ട് പോവാനായിട്ട് കയ്യിൽ കാശില്ല. നമ്മളവിടെ പിടിച്ചിടും. കോസ്മെറ്റിക് സെക്ഷനിലാണ് ഉള്ളത്. കോസ്മെറ്റിക് സെക്ഷൻ, വെസ്റ്റ് സൈഡിന്റെ കോസ്മെറ്റിക് സെക്ഷൻ. എന്റെ അമ്മേ കിളി പോകട്ടോ, കൊറേ പോയിരിക്കാണ്. എനിക്കിതൊക്കെ വാങ്ങണം എന്ന് പറയുന്നത്. പുളിഷിന്റെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് വെസ്റ്റ് സൈഡിലാണ് കേട്ടോ. വന്ന വഴിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് അത് ഇട്ടിട്ട് പിന്നെ വ്ളോഗ് ചെയ്യുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയാണ്. റേറ്റും അത്ര വലിയ ഇല്ല. 1300 രൂപയുള്ളൂ. നല്ല ഡ്രസ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫേവറ് ഏതാണെന്നോ വായിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര ഫേവർ. ഞാൻ നോക്കട്ടെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫേവറ് ഏതാണെന്നോ വായിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര ഫേവർ. ഞാൻ നോക്കട്ടെ. ഓക്മോസ് വെറ്റിവർ ആൻഡ് ബർഗമൗട്ട്. എന്റെ അമ്മോ, വയല് കൊള്ളൂല. ഞാനത് ഇതിന് ഒരെണ്ണത്തിന് 499 ഉണ്ട്, രണ്ടെണ്ണത്തിന് ക്യാൻറ്റീനില് എനിക്ക് തോന്നുന്നു 499 സെയിം പ്രൈസാ. അപ്പൊ ഞാൻ രണ്ടെണ്ണുള്ളതാണ് എടുത്തത്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ്.
വാവ്, ഈ ക്രോഷി വർക്കിൽ നോക്കണേ. അതും കൊള്ളാം, ഇതും കൊള്ളാം, ക്രോഷ്യ കൊള്ളാം. എനിക്ക് സോഫയിലേക്ക് മാച്ച് എനിക്ക് തോന്നുന്നത് ക്രോഷി വർക്ക് പില്ലോസ് എത്രയാണെന്നറിയോ ഒരെണ്ണത്തിന്? കാട്ടടിക്കിച്ചു പോകുന്ന റേറ്റ് ആണോ? ശരിക്കും പറയണേ ഒരു 1 lakh rupees കൊണ്ടുവന്നിട്ട് 1 lakh rupees കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുവിധം എല്ലാ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇത് പ്ലേസ് മാറ്റ് സെറ്റ് ആണ്. അറിയില്ല എന്ന് വെച്ചാല് നമ്മുടെ ടേബിളിൽ ഇരിക്കില്ലേ നമ്മളതാണ് പ്ലേസ് മാറ്റ് ആണ്. ഇത് കൊള്ളാം. ഇതിന്റെ റേറ്റ് എനിക്കിത് വേണ്ട. എത്രടാ? 1000 രൂപ. ബ്രാൻഡ് ഇതെന്റെ കിച്ചണിലുണ്ട് കേട്ടോ. എന്തെല്ലുണ്ട്. പിന്നെ ഇതുണ്ട്, 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 ഇതുണ്ട്. ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ എന്റെ ഇത്? പിന്നെന്താണ്, ഇതുണ്ട്. ഇതില്ല. ഇതെന്തിനുള്ള യൂസ് ചെയ്യാനാണോ? അത് ഇതാ കോക്ടെയിലും മോക്ടെയിലൊക്കെ ഉണ്ടാക്കില്ലേ? ഇത് അടിപൊളിയാണ് കേട്ടോ. 2000 ആണ് ഇതിന്റെ റേറ്റ്. 1999. ഇത് ഐസ് ബോക്സ് ആണ്. അതായത് നമുക്ക് 2 പേക്ക് അടിക്കണമെങ്കിൽ 2 പേക്ക് അടിക്കണമെങ്കിൽ നല്ല ചിൽഡ് ഐസ്. ക്യാമറ മാറ്റൂ. ഈ പ്ലേറ്റ് എന്തെങ്കിലും ഇതുപോലത്തെ പ്ലേറ്റ് ഉണ്ട്. ഇടുക. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ അല്ലാണ്ട് എന്റെ കിച്ചണില് അടിപൊളി പ്ലേറ്റ് ആണ് കേട്ടോ. 600 rupees ആണ് ഒരെണ്ണം, ഒരു പീസ്. എനിക്ക് മാച്ച് കറക്റ്റ്. ഇതും അതിന്റെ തന്നെ വേറെ ഇത് വേണ്ടല്ലോ കേട്ടോ. ഇത് സെയിം യൂസ് തന്നെ കിട്ടും. ഇപ്പൊ ഈ കളറാണ് എനിക്ക് തോന്നുന്നു ട്രെൻഡ് തോന്നുന്നു. ഇതെന്റെ ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് പെണ്ണ് കാണാൻ വരുമ്പോ ചായ കൊണ്ട് കൊടുക്കണം, ചായ കൊണ്ട് കൊടുക്കാനായിട്ട്. പക്ഷെ ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഇത് വെള്ളം കൊണ്ടപ്പോ കൊതി വന്നു. ഇതിങ്ങനെ തിരിച്ചു കൊടുത്ത അവർക്ക് അവര് മാറ്റി തന്നു, റീപ്ലേസ് ചെയ്ത് തന്നു. അതുകൊണ്ട് ഇതായി വാങ്ങിക്കണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ അല്ല. ഇനി മസാല ബോക്സ്. ഇതെന്താന്ന് വെച്ചാല് കേക്കൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് അടച്ച് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് വെക്കാനായിട്ട് ഇതിങ്ങനെ നമുക്ക് ഡെക്കർ ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ടേബിളിൽ ഡെക്കർ ചെയ്യാം. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ കിച്ചണില് ഉണ്ട്. ഒരുവിധം നമ്മൾ താങ്ക് യു കേട്ടോ. താങ്ക് യു ഹസീന.